ഇന്ന് നമുക്കൊരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ചെയ്ത് നോക്കാം. അതിനാദ്യം പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് ചൂടാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈം വരെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ബട്ടർ ചൂടായതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ടയുടെ ഇലയും അതുപോലെ തന്നെ 2 ഗ്രാമ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ചിയുടെ ചെറിയൊരു പീസാകാം, അതുപോലെ തന്നെ 1-2 വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും 1-2 സബോള അരിഞ്ഞു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞതും കൂടെ നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പാകമാവുന്ന വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഒരു ജാറിൽ അരച്ചെടുക്കാം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. വീണ്ടും പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ഗോൾഡൻ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനീറാണ്. പനീർ ഇതിലേക്ക് സാവകാശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് പാകമാവുന്ന വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേവാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം.